പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എഫെസസ് ലേഖനം 2:14. അവിടെ വചനം വെളിപ്പെടുത്താണ്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അതായത് ആര്? അവൻ എന്ന് പറഞ്ഞ ആരാ? യേശു നമ്മുടെ സമാധാനമാണല്ലേ. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന അതല്ലേ, ഇച്ചിരി സമാധാനം. യേശുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവൻ നമ്മുടെ കുർബാനയിലല്ല നമ്മൾ എത്രയോ തവണ അല്ലേ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ ശരിക്ക് യേശു നിങ്ങളോട് കൂടെ എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം സമാധാനം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. എവിടെ നോക്കിയാലും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുടുംബസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്ററാണ് വചന സന്ദേശം നൽകിയത്. അപ്പോൾ കുടുംബസമ്മേളനത്തിൽ സിസ്റ്റർ പറയായിരുന്നു, ഈ കൗൺസിലിങ്ങിന് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും കുട്ടിക്ക് വരുമ്പോൾ ആ കുട്ടി പറയുന്നത് ഒരു സമാധാനം ഇല്ല. അതായത് കുട്ടിക്ക് സമാധാനം, അതായത് സമാധാനം കുട്ടി അവർ പറയുന്ന സ്റ്റൈലാണല്ലോ. സിസ്റ്റർ ആ സ്റ്റൈൽ എടുത്ത് പറയുന്നത് സമാധാനം ഇല്ല. അത് 2ാം ക്ലാസ്സിൽ കുട്ടിക്ക് പോകുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? ഈ 2ാം ക്ലാസ്സുകാരന് സമാധാനം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? എന്നിട്ട് പറയാണ് സഹോദരങ്ങളെ, വചനം പറയാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ചിലപ്പോഴെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ, സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊക്കെ നമുക്ക് ഈഗോ വന്നു കഴിഞ്ഞാൽ ശരിക്കും പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് പല അഹങ്കാരത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ താൻപോരിമ ഭാവത്തിൻ്റെതായിരിക്കാം. അങ്ങനെ പല രീതിയിലും നമ്മൾ പിന്നെ ശരിക്കും ഭയങ്കര ഒരു ശത്രുത നമ്മുടെ ഉള്ളിലേക്ക്. അത് ശരിക്കും യേശു വന്നാലാണ് പ്രിയ സഹോദരങ്ങൾ ശത്രുത അവസാനിപ്പിക്കപ്പെടുകയുള്ളൂ. നമുക്ക് ആത്മാർത്ഥമായിട്ട്, പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ ഒരു ദുരാത്മാവ് ഈ ഒരു കാലഘട്ടത്തിൽ അതിശക്തമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും ഈ ഭിന്നിപ്പിൻ്റെ ആത്മാവിൽ നിന്ന് സമാധാനത്തിൻ്റെ ആത്മാവിലേക്ക് ഒരു പലായനം നടക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം അസ്വസ്ഥമാകും. നമ്മുടെ കുടുംബങ്ങളിലായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ, ഈ ഭിന്നിപ്പിൻ്റെ സ്പിരിറ്റ് വളരെ പവർഫുള്ളാണ്. ഒരു പക്ഷേ ലോജിക്കലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. പക്ഷെ നമുക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഈഗോയാണെന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മൾ തന്നെയല്ലേ. ഞാൻ ശരിക്കും എന്നെ തന്നെ ആത്മശോധന ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ദൈവമേ എൻ്റെ തീരുമാനത്തിന് എനിക്ക് ഈഗോ ഉണ്ടോ എന്നൊക്കെ ബലമായ വിധത്തിൽ എനിക്ക് സംശയം തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയാണ് സഹോദരങ്ങളെ ഈഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ അഹങ്കാരമുണ്ട്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇത് മറ്റുള്ളവരെ വിധിക്കാനല്ല. നമുക്കറിയാലോ, നമ്മൾ ഒരു കൈയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ നേരെ ചൂണ്ടുന്നത്, പക്ഷേ 4 കൈ ഈ ബാക്കി 4 പേരിൽ എനിക്കെതിരാണ് ചൂണ്ടുന്നത്. അപ്പോൾ ഓരോ തവണ നമ്മൾ കൈ ചൂണ്ടുമ്പോഴും മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴും സ്വയം നാം തന്നെ നമ്മെ വിമർശിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മൾ മറന്നേക്കരുത്. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു നമ്മുടെ സമാധാനമാണ് ആവണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈഗോ എന്ന് പറയുന്ന സാധനമൊക്കെ മാറണം. നമുക്ക് ഒരുപക്ഷെ മനുഷ്യന്മാരല്ലേ, നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണയുണ്ടാകാം, ചിലപ്പോൾ നമുക്ക് വീഴ്ച പറ്റാം. ഏതാണെങ്കിലും ഒരു തുറവിയോടെയുള്ള ഒരു ആത്മശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലും അതുപോലെ കൂടപ്പിറപ്പുകളുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ള ഈഗോ ക്ലാഷുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈശോ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഒരു വിടുതൽ നൽകി ഈശോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.